Xylem Learning, Akshay Sarane. So, മക്കൾ എല്ലാവരും eagerly wait ചെയ്യുന്ന മറ്റൊരു ബയോളജി സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് 10th CBSE ബയോളജിയിലെ നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിന്റെ റിവിഷൻ ആണ്. ഫുൾ ചാപ്റ്റർ റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സെഷൻ ആണ് മക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അവർ എൻവിറോൺമെന്റ് എന്ന നമ്മുടെ ചാപ്റ്ററിന്റെ റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഒരു കാര്യം ഉറപ്പു വരുത്തട്ടെ. ഞാൻ പറയുന്നത് കൃത്യമായി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്നെ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എന്റെ പിറകുവശത്തായി അവർ എൻവിറോൺമെന്റ് എന്ന് എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, എല്ലാ മക്കളും സാറിന്റെ ഫേവറേറ്റ് ഇമോജിയായ ശക്തിമാൻ ഇമോജി ഇട്ടുകൊണ്ട് വ്യക്തമാക്കുക. ശക്തിമാൻ ഇമോജി ഇട്ടുകൊണ്ട് നിങ്ങൾക്കെല്ലാം വ്യക്തമാണ്, നിങ്ങൾക്കെല്ലാം ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞു തരിക. Yes, hi everyone. Hi. Good evening. എല്ലാവർക്കും good evening. Yes. അപ്പോൾ പവറായി, സെറ്റായി, ഉഷാറായി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ റിവിഷനും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും ഈ ഒരൊറ്റ ലൈവിൽ. യെസ്, എല്ലാവരും സെറ്റാണ്, പവറാണ്. ബയോളജിയിൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഫുൾ ചാപ്റ്റർ റിവിഷൻ നമ്മൾ നടന്നു വരികയായിരുന്നു. ഇത് കലാശക്കൊട്ടാണ്. ബയോളജിയിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ശക്തിമാൻ ഇമോജി കാണാം. ശക്തിമാൻ, യെസ്, റെഡി. എല്ലാവരും റെഡിയാണ്, എല്ലാവരും സെറ്റാണ്. ശക്തിമാൻ ഇമോജി എന്ന് കാണുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. മക്കളെ, ഒരു കാര്യം കൂടി ഉറപ്പ് വരുത്തട്ടെ, ചോദിക്കട്ടെ. മക്കളെ, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യണം? ഈ ക്ലാസിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? പോരല്ലേ, നമ്മുടെ സുഹൃത്തുക്കളും പഠിക്കണം. അതല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മാത്രം പഠിച്ചാൽ മതിയാ? പോരാ, നമ്മുടെ സുഹൃത്തുക്കളും പഠിക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ലൈവിന്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അവരോട് പറയുക, Xylem 10th CBSEയില് ഒരു മജേ ബയോളജി സെഷൻ നടക്കുന്നുണ്ട്. എന്ത് ക്ലാസ്? മജേ ക്ലാസ്. അപ്പൊ മജേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാ? ഫ്രണ്ട്സിനോട് പറയാ. ഹായ്, ഒരുപാട് പേരുണ്ട്. ഹിമാന്ത്രിക, അലക്സ് പോൾ, മറിയ തെരേസ, മായ, നിമ്മി, ഹിമാന്ത്രിക, ഓക്കെ, അലക്സ് പോൾ, ഒരുപാട് പേരുണ്ട്. യെസ്. റെഡി. ഓക്കെ, നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും എത്തണം നമ്മുടെ ലൈവില്. എല്ലാവരും എത്തണം. മാക്സിമം ആൾക്കാർ എത്തണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. ഈസിയാണ്. പക്ഷെ ഈസി ആണെന്ന് വെച്ച് നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി തരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, ഹിമയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും സെറ്റാണ്, എല്ലാവരും പവറിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് തുടങ്ങാമല്ലോ. ക്ലാസ് ഒരു ലൈക്ക് ഇട്ടേക്ക്. നിങ്ങൾ നൽകുന്ന ലൈക്ക് ഞങ്ങൾക്ക്, നമ്മൾ ടീച്ചേഴ്സിന് എന്തായിരിക്കും? എനർജി ബൂസ്റ്റർ ആണ്. എന്താണ് എനർജി ബൂസ്റ്റർ? നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഓരോ സ്നേഹവും ടീച്ചേഴ്സിന് എന്തായിരിക്കും? എനർജി ബൂസ്റ്റർ ആയിരിക്കും. മാക്സിമം എനർജിയോടുകൂടി, ഒട്ടും എനർജി ചോർന്നു പോകാതെ തുടക്കം മുതൽ അവസാനം വരെ എനർജി പാക്കിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രോത്സാഹനം കൂടിയേ തീരുള്ളൂ. യെസ്, ഇന്നും സാറ് ലുക്കാണല്ലോ എന്ന് പറയുന്നുണ്ട്. മൊഞ്ചൻ, എപ്പോഴും മൊഞ്ചൻ എന്നല്ലേ? നിങ്ങളെ പോലെ തന്നെ ആവണോ അല്ലേ? യെസ്. ആപ്പ് ലൈവ് തീർന്നിട്ടില്ലേ? ഓക്കെ, എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി. സെറ്റാണ്. റെഡി. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് തുടങ്ങാം. അവർ എൻവിറോൺമെന്റില് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള സിനാപ്സിസ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ തന്നെയാണ്. എക്കോസിസ്റ്റം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫുഡ് ചെയിൻ, ഫുഡ് വെബ് പഠിക്കാനുണ്ട്.
ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് അഫക്റ്റ് എൻവിറോൺമെന്റ്. ഇതാണ് മെയിൻ ഹെഡിങ്സ് കേട്ടോ. മെയിൻ ഹെഡിങ്സ് ഇതൊക്കെയാണ്. ശ്രദ്ധിക്കുക, എക്കോസിസ്റ്റം, we will be talking about food chain and food web, and we will be talking about human activities that affect environment. We are studying about our environment, and it is very important to study about human activities that affect the environment, the quality of environment. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഐ വാണ്ട് എവരിബഡി ഓഫ് യു ടു കോൺസെൻട്രേറ്റ് ഓൺ ദിസ് ലെക്ചർ. നിങ്ങൾക്ക് ചുറ്റും പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവും, പലരും പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും, അനിയന്മാരും അനിയത്തിമാരെല്ലാം അടുത്ത് വന്നിട്ട് കച്ചറയാക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അന്ന് ശ്രദ്ധിക്കാൻ പാടില്ല. നിങ്ങൾ എന്തെന്നെ ശ്രദ്ധിക്കണം? ക്ലാസ് മാത്രം ശ്രദ്ധിക്കുക, ക്ലാസ്സിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു നോട്ട് പുസ്തകവും ഒരു പെന്നും കയ്യിൽ കരുതുക. സാർ എന്തൊക്കെയാണോ പറയുന്നത് കൃത്യമായി അത് നോട്ട് ചെയ്യുക. ഓക്കെ, അതാണ് വേണ്ടത്. ഓക്കെ, റെഡി. സോ ആദ്യമായി എക്കോസിസ്റ്റം റിവിഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പറഞ്ഞു എന്താ എക്കോസിസ്റ്റം? എക്കോസിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? എക്കോസിസ്റ്റത്തില് ബയോട്ടിക് കോമ്പണന്റും അബയോട്ടിക് കോമ്പണന്റും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചിട്ടേ നോക്കാം. എന്താണ് എക്കോസിസ്റ്റം? It's a community or group of living and non-living constituent. അപ്പൊ ലിവിങ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ബയോട്ടിക് ആണല്ലേ ലിവിങ് എന്ന് പറയുമ്പോൾ, ബയോട്ടിക് കമ്പോണന്റ്. നോൺ ലിവിങ് എന്ന് പറയുമ്പോൾ എന്താ? അബയോട്ടിക് കമ്പോണന്റ് അല്ലേ? അപ്പോൾ ബയോട്ടിക് കമ്പോണന്റും അബയോട്ടിക് കമ്പോണന്റും അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ വെറുതെ അവിടെ ഇങ്ങനെ അബയോട്ടിക്കും ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും വെറുതെ എക്സിസ്റ്റ് ചെയ്യുന്നതല്ല. They are interacting with each other. This is very, very important. Interacting with each other in a specific environment. മക്കളെ, interaction is there. Very simple example ഞാൻ പറയാം. See myself, I am a living thing. ഞാൻ ജീവനുള്ള വസ്തുവല്ലേ. ഞാൻ സംസാരിക്കുന്നുണ്ട്, ഞാൻ കണ്ണെല്ലാം ചിമ്മുന്നുണ്ട്, എന്നിൽ കുറെ ആക്ടിവിറ്റി ലൈഫ് പ്രോസസ് നടക്കുന്നുണ്ട്. I am a living thing. Okay, no doubt in that. So I am making use of air, right? I am breathing air. I am inhaling, right? Yes or no? Yes. I want air. I used to drink water. നിങ്ങളും കുടിക്കാറുണ്ട് വെള്ളം. So വെള്ളം, water is again a non-living thing. I am making use of it. Correct? Yes. Sunlight again, so non-living. And green plants utilize this sunlight for preparing their own food. And you know the process called photosynthesis. They are preparing food. See, living organisms, living component, biotic component is interacting with abiotic component, right? Abiotic componentuമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. It's very important. So biotic means comprises of living organism. Abiotic means non-living constituent comprising physical factors like temperature, rainfall, wind, soil. ഇതെല്ലാം എന്താ? അബയോട്ടിക് കമ്പോണന്റാ. റെഡി? യെസ്, വെരി ഗുഡ്. ദെൻ എക്സാമ്പിൾ, നമുക്ക് എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾ പഠിക്കണം. നാച്ചുറലും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്, മാൻമെയ്ഡും ഉണ്ട്. നാച്ചുറലും മാൻമെയ്ഡും എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. യു ഗൈസ് നോ ദാറ്റ് നാച്ചുറൽ മീൻസ് പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന എക്കോസിസ്റ്റമാ. ഫോറസ്റ്റ്, പോണ്ട്, ലേക്ക്. ഓക്കെ, വാട്ട് അബൌട്ട് അക്വേറിയം? അക്വേറിയം നമ്മൾ ഉണ്ടാക്കുന്നതാ. സോ അതെന്താ? മാൻമെയ്ഡ് എക്കോസിസ്റ്റം. അക്വേറിയം, ഗാർഡൻ ഒക്കെ നമ്മുടെ വീട്ടുമുറ്റത്തൊരു പൂന്തോട്ടം സൃഷ്ടിക്കുന്നു അല്ലെ, നമ്മൾ ഉണ്ടാക്കുന്നതാ അല്ലെ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഗാർഡൻ ചെയ്യാൻ പറ്റില്ലേ? ഗാർഡനിങ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ വീട്ടിൽ ഗാർഡൻ ഇല്ലേടാ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നിങ്ങളുടെ വീട്ടിൽ ഗാർഡൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സോ ഇതൊക്കെ എന്താണ്? മാൻമെയ്ഡ് എക്കോസിസ്റ്റം ആണ്. യെസ്, ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട.
ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചുറ്റുമുള്ള ഓർഗാനിസത്തെ നമുക്ക് 3 കാറ്റഗറിയിൽ പ്രധാനമായും പെടുത്താം. അതിൽ ഒന്നാമത്തെ കാറ്റഗറി, ഇത് ബേസ്ഡ് ഓൺ ഹൗ ദീസ് ഓർഗാനിസം ഈസ് ഒബ്റ്റൈനിങ് ഇറ്റ്സ് ന്യൂട്രീഷൻ. ഭക്ഷണം എങ്ങനെയാണത് അബ്സോർബ് ചെയ്യുന്നത്, ന്യൂട്രീഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, അതിന്റെ ബേസിസിലാണ് 3 ക്ലാസിഫിക്കേഷൻ. ഗാർഡൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പ്രണവ് പി നായർ. ഓക്കെ, ഗാർഡൻ ഉണ്ട്. മക്കളെ ശ്രദ്ധിച്ചേ, ആദ്യം പറയുന്നത് പ്രൊഡ്യൂസറാ. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ വേർഡ് മീനിങ് നോക്കാം. somebody who produces something is called producer. Here we are talking about nutrition, we are talking about food. So producer means they produce food by themselves. Okay, so produce food by photosynthesis. So green plants. So when I am telling green plant, the thing is very clear. Chlorophyll bearing plants, right? Chlorophyll bear ചെയ്യുന്ന green plant. Green എന്ന് പറയുമ്പോൾ chlorophyll bear ചെയ്യുന്നുണ്ട്. So they prepare their own food. So that process is called photosynthesis, and such category of organisms are referred to as producers. Clear? Producers. Clear അല്ലേ? സെറ്റ് അല്ലേ? വന്നവർ ലൈക്ക് ഇട്ട് ഹാജരാക്കണേ, സെറ്റാക്കണേ, പവറാക്കണേ. സോ ഗ്രീൻ പ്ലാന്റ്സ്. ഓക്കെ, ദെൻ കൺസ്യൂമർ. ലുക്ക് അറ്റ് ദ വേർഡ് കൺസ്യൂമർ. somebody who consumes, right? What somebody produces something and others used to consume that. So that is consumer. So producers used to prepare food, and that food is taken by some animals, directly or indirectly. നേരിട്ടോ അല്ലാതെയോ ചില ആനിമൽസ് എന്ത് ചെയ്യും? പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഫുഡിനെ യൂട്ടിലൈസ് ചെയ്യും. പ്രൊഡ്യൂസർ ഉണ്ടാക്കുന്ന ഫുഡിനെ ആരാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസ്യൂമർ എന്ന് വിളിക്കും. പ്ലാന്റ്സിനെ നേരിട്ട് ഭക്ഷണമാക്കുന്നവരെ, പ്ലാന്റിനെ ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നവരെ പ്രൈമറി കൺസ്യൂമർ എന്ന് വിളിക്കാം. പ്രൈമറി കൺസ്യൂമർ ആരാ കുട്ടികളെ? ഹെർബിവോറുകളാണ്. പ്രൈമറി കൺസ്യൂമർ ആരായിരിക്കും കുട്ടികളെ? ഹെർബിവോറുകളാണ്. ആരാണ് ഹെർബിവോറ്? പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് അല്ലേടാ, പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ്. അതായത് പ്രൊഡ്യൂസർ അഥവാ ഗ്രീൻ പ്ലാന്റ്സിനെ നേരിട്ട് ഭക്ഷണമാക്കുന്നവർ, ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നവരെ പ്രൈമറി കൺസ്യൂമർ എന്ന് വിളിക്കും. എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, ഈ പ്രൈമറി കൺസ്യൂമറിനെ ഭക്ഷണമാക്കുന്ന ചില ജീവികളുണ്ട്. പ്രൈമറി കൺസ്യൂമറിനെ ഭക്ഷണമാക്കുന്ന ജീവികളെ എന്താ വിളിക്കാം? സെക്കൻഡറി കൺസ്യൂമർ. റെഡി? they are indirectly making use of plant. സെക്കൻഡറി കൺസ്യൂമർ ഇൻഡയറക്ട്ലി ആരെ തന്നെയാണ് ആശ്രയിക്കുന്നത്? പ്ലാന്റ്സിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്, നേരിട്ടല്ല, ഇൻഡയറക്ട്ലി. സെക്കൻഡറി കൺസ്യൂമർ. സെക്കൻഡറി കൺസ്യൂമറിനെ ഭക്ഷണമാക്കുന്നവർ എന്ത് വിളിക്കാം? ടെർഷ്യറി കൺസ്യൂമർ. യെസ്, കൗ, ഗോട്ട്, ബഫലോ, അതെന്താ? പ്രൈമറി കൺസ്യൂമർ. വെരി ഗുഡ്. ഹൈഡ്ര. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. യെസ്, അലക്സ് പോൾ, സെക്കൻഡറി കൺസ്യൂമർ. ഗുഡ്. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ഡിപ്പെൻഡ് ഓൺ പ്രൊഡ്യൂസർ ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ സസ്റ്റനൻസ്. ഹെർബിവോർ, കാർണിവോർ, ഓംനിവോർ, പാരസൈറ്റ്സ്, these all are included in the category of consumer. കൺസ്യൂമർ ആണ് കുട്ടികളെ, കൺസ്യൂമർ ആണ്. യെസ്, അടുത്ത കാറ്റഗറി ഓഫ് ഓർഗാനിസം ആരാ കുട്ടികളെ? ഡീകമ്പോസേഴ്സ്. എന്താണ് ഡീകമ്പോസേഴ്സ്? വളരെ ഉപകാരപ്രദമായിട്ടുള്ള സൂക്ഷ്മജീവികൾ, ബാക്ടീരിയകൾ പോലുള്ളവ, ഫംഗസുകൾ മുതലായവ ഡീകമ്പോസേഴ്സ് ആണ്. നമ്മുടെ ഭൂമിയിൽ
നമുക്കറിയാം, നമുക്കൊക്കെ ലൈഫ് സ്പാൻ ഉണ്ട്. ലൈഫ് സ്പാൻ ഇല്ലേ? ഉണ്ട്. നമ്മൾ ജനിക്കുന്നു, ഒരു കാലമെത്തുമ്പോൾ നമ്മൾ മരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസങ്ങളെ ഒഴിച്ചു നിർത്തി ബാക്കി പറയുകയാണെങ്കിൽ എല്ലാവരും മരിച്ചു പോകുന്നുണ്ട്. മോർട്ടലാണ്, ഇമ്മോർട്ടൽ അല്ല, അല്ലേ? ജനിക്കുന്നു, ഒരു കാലം എത്തുമ്പോൾ മരിക്കുന്നു, ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മരിക്കുന്നു. then we are becoming dead body. ഈ ഡെഡ് ബോഡികള് നമ്മുടെ ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണം, മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യും? ഡികമ്പോസസ് എന്ത് ചെയ്യും? ഡെഡ് ബോഡിയെ ബ്രേക്ക് ഡൗൺ ചെയ്യും, മണ്ണിനോട് ചേർക്കും. They are playing a very crucial role in cleaning up of environment. ശ്രദ്ധിച്ചിരിക്കണം. Breakdown of complex organic dead matter into simple inorganic matter, and this inorganic component will be dissolved in the soil later, which add fertility of the soil. Example, bacteria and fungi. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ശക്തിമാൻ ഇമോജി. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ, ഓരോ പോയിന്റും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ, ഐ വാണ്ട് യു ഓൾ ഗൈസ് ടു പുട്ട് മൈ ഫേവറേറ്റ് ഇമോജി, ശക്തിമാൻ ഇമോജി, ഇൻ ദ ചാറ്റ് ബോക്സ്. യെസ്. ഫുഡ് ചെയിൻ, ഫുഡ് വെബ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. എന്താണ് ഫുഡ് ചെയിൻ? നമുക്കറിയാം, വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൺ. പ്രോസസ് ഓഫ് ഈറ്റിംഗ്. സോ ഐ ആം ഈറ്റിംഗ് സംതിങ് ആൻഡ് ടുമോറോ ഐ വിൽ ബി ഈറ്റൺ ബൈ സം അതർ. ഞാൻ ഇന്നൊരു ജീവിയെ ഭക്ഷിക്കുന്നു, നാളെ ഞാൻ മറ്റൊരു ജീവിയാൽ ഭക്ഷിക്കപ്പെടും. സോ ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സീക്വൻസിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫുഡ് ചെയിൻ എന്ന് പറയും. ഫുഡ് ചെയിൻ എന്താ? ഇറ്റ്സ് എ ലീനിയർ സീക്വൻസ് ഓഫ് ഓർഗാനിസം, ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ through which nutrient and energy pass from one organism to another. Simple example is given here. Plant which is being consumed by grasshopper consumed by frog consumed by snake consumed by hawk. See, this is a simple example of food chain. So you can see every food chain start from plant. Every food chain start from plants, or we can say every food chain start from producers. Every food chain start from producer, and ഈ പ്രൊഡ്യൂസറിനെ ഭക്ഷിക്കുന്ന ഫസ്റ്റ് ലെവലിൽ വരുന്ന ആള് ഇവിടെ ഗ്രാസ്ഹോപ്പർ ആണ്, and that is our primary consumer, right? That is our primary consumer. Correct? മിമിക്രിയോ അല്ല ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, ലിസൺ. ഇവിടെ ഫസ്റ്റ് ശ്രദ്ധിക്കുക, ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഓക്കെ, ലൈക്ക് ഇടാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ലൈക്ക് തരാം കേട്ടോ. ഓക്കെ, പ്രചോദനാണ്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഇടുന്ന ലൈക്ക് എനിക്ക് പ്രചോദന. ദാറ്റ്സ് വൈ. സോ ഈ ഗ്രാസ് ഹോപ്പറിനെ ഭക്ഷണമാക്കുന്ന ഫ്രോഗ് ആക്ച്വലി ഇറ്റ് ഇസ് സെക്കൻഡറി, റൈറ്റ്? സെക്കൻഡറി കൺസ്യൂമർ. അങ്ങനെ പോകും കേട്ടോ. റെഡി അല്ലേ? സോ ഇവിടെ എന്താണ് കടന്നു പോകുന്നത്? ഗ്രാസ് അല്ലെങ്കിൽ ഈ പ്ലാന്റിനെ ഈറ്റ് ചെയ്യുന്ന ഗ്രാസ് ഹോപ്പർ. സോ ആക്ച്വലി എനർജി ഓർ ന്യൂട്രിയന്റ് ഈസ് പാസ്ഡ്, റൈറ്റ്? So new energy is passed from grass to grasshopper, then energy is traveling from grasshopper to the frog, then from frog to the snake to the hawk. അല്ലേ? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ എനർജി എന്ന് പറയുമ്പോൾ അതൊരു നിയമമുണ്ട്, അല്ലെ? 10% ലോ പ്രകാരമാണ് അത് പോകുന്നത്. 10% ഓരോ ട്രോഫിക് ലെവലിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഒരു എക്കോസിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫുഡ് ചെയിൻ മാത്രമല്ല ഉണ്ടാവുക, ഒരുപാട് ഫുഡ് ചെയിൻ ഉണ്ടാവും. ഈ ഫുഡ് ചെയിൻ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ വലക്കണ്ണികൾ പോലെ നമുക്ക് തോന്നും. And that is called the food web. It is interconnection of various food chain. So you can see this is our plants, right? ഇത് നമ്മൾ പ്ലാന്റ് ആണ്, ഗ്രീൻ പ്ലാന്റ് ആണ്. സോ അതിനെ കൺസ്യൂം ചെയ്യുന്ന
ഡിയറിനെ കൺസ്യൂം ചെയ്യുന്ന ഒരു ലെപ്പാർഡ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പ്ലാന്റ്, അതിനെ കൺസ്യൂം ചെയ്യുന്ന റാബിറ്റ്, അതിനെ കൺസ്യൂം ചെയ്യുന്ന ഫോക്സ് അല്ലെങ്കിൽ ചീറ്റ കഴിക്കാം, ഈ ഫോക്സിനെ കഴിക്കുന്ന ചീറ്റ. അതല്ലെങ്കിൽ പ്ലാന്റ്, ഒരു ബീറ്റിൽ, ദെൻ ഫ്രോഗ്, സ്നേക്ക്, പീകോക്ക്. അപ്പൊ ഇവിടെ ഒരു ഓർഗാനിസം തന്നെ ഒന്നിലധികം ഫുഡ് ചെയിൻ ഇൻവോൾവ് ചെയ്യുന്നില്ലേ? നോക്കിയേ, ഒരു ഓർഗാനിസം ഒന്നിലധികം ഫുഡ് ചെയിൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ റാബിറ്റ് ഈ ഒരു സീക്വൻസിൽ വരുന്നുണ്ട്, 1 2 3 ഈ ഒരു സീക്വൻസ് വരുന്നുണ്ട്. ഗ്രാസ്, റാബിറ്റ്, ടൈഗർ. മറ്റൊരു സീക്വൻസ് ഏതാ? ABC. ഈ ഒരു സീക്വൻസ് വരുന്നില്ലേ? പ്ലാന്റ്, റാബിറ്റ്, ദെൻ ഫോക്സ്. അപ്പൊ ഒരു ജീവി തന്നെ ഒന്നിലധികം ഫുഡ് ചെയിനിൽ ഇൻവോൾവ് ചെയ്യാം. ഓക്കെ, അതൊരു മറ്റൊരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഫുഡ് വെബ്? ജസ്റ്റ് സിംപ്ലി വി ക്യാൻ സേ ഇന്റർ കണക്ഷൻ ഓഫ് വേരിയസ് ഫുഡ് ചെയിൻ. ദെൻ ഹിയർ ഈസ് വൺ ക്വസ്റ്റ്യൻ ഫോർ യു. ക്വസ്റ്റ്യൻ എന്താ? Organism of higher trophic level which feed on several type of organism belong to lower trophic level constitute what? എന്താ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അതായത് ഒരു ഓർഗാനിസം ഉണ്ട്, ഹയർ ട്രോപ്പിക് ലെവലിൽ ഓർഗാനിസം, താഴെയുള്ള ഒരുപാട് ജീവികളെ കൺസ്റ്റിറ്റ്യൂട്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ടൈഗർ ജസ്റ്റ് നോക്കാം, ഞാൻ ടൈഗർ കൊടുക്കുന്നുണ്ട്. ഈ ടൈഗർ ഇപ്പൊ ഹയർ ട്രോപ്പിക് ലെവലിൽ വരുന്ന ആളാ. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ മാനിനെ ഭക്ഷണമാക്കുന്നുണ്ട്, റാബിറ്റിനെ ഭക്ഷണമാക്കുന്നുണ്ട്, ഫോക്സിനെയും ഭക്ഷണമാക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു കേസ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ടൈഗർ ഈസ് കൺസ്യൂമിങ് ഡീർ, റാബിറ്റ് ആൻഡ് ഫോക്സ്. അതായത് ലോവർ ട്രോഫിക് ലെവലിലുള്ള സെവറൽ ടൈപ്പ് ഓഫ് ഓർഗാനിസം, മറ്റു വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളെ ഭക്ഷണമാക്കുന്നു. ഹയർ ട്രോഫിക് ലെവലിൽ ഒരാള് ലോവർ ട്രോഫിക് ലെവലിലുള്ള ആൾക്കാരെ ഭക്ഷണമാക്കുന്നു, ഡിഫറെന്റ് ആൾക്കാരെ ഭക്ഷണമാക്കുന്നു. അതെന്താ? ഫുഡ് വെബ്. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ആൻസർ ഏതാണ്? ഫുഡ് വെബ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഫുഡ് വെബ്. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. റെഡി? ആൻസർ ഈസ് ഗിവൺ ഹിയർ. ഫുഡ് വെബ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഫുഡ് ചെയിൻ. ഈച്ച് ഓർഗാനിസം ഈസ് ജനറലി ഈറ്റൻ ബൈ 2 or more കൈൻഡ് ഓഫ് ഓർഗാനിസം. അങ്ങനെ വരുമ്പോൾ മാത്രമേ അത് ഫുഡ് വെബ് ആവത്തുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ മാത്രമേ എന്താവത്തുള്ളൂ? ഫുഡ് വെബ് ആവത്തുള്ളൂ. റെഡി? ദ സീരീസ് ഓഫ് ഓർഗാനിസം ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ദർ ഫുഡ് ക്യാൻ ബി ഷോൺ ബൈ ബ്രാഞ്ച്ഡ് ചെയിൻ വിച്ച് ഈസ് കോൾഡ് ഫുഡ് വെബ്. അതാണ് നമ്മൾ ഇവിടെ കണ്ട ഫുഡ് വെബ്. ഇവിടെ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ ഒക്കെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ദെൻ വി വിൽ ടോക്ക് അബൌട്ട് ട്രോഫിക് ലെവൽ. എന്താണ് ട്രോഫിക് ലെവൽ? ഒരു ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. ആ ഓർഗാനിസത്തിന്റെ ലെവലിനെ സൂചിപ്പിക്കുന്നതാണ് ട്രോഫിക് ലെവൽ. ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പൊസിഷനാണ്, ലെവലാണ്. എവിടുത്തെ ലെവലാ? എവിടുത്തെ പൊസിഷനാ? ഒരു ഫുഡ് ചെയിനില് ജീവജാലങ്ങൾ, ഓർഗാനിസത്തിന്റെ പൊസിഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് ഞാൻ മക്കളെ ഇതൊന്ന് നോക്കണേ, സിമ്പിളായിട്ട് സാറ് പറയാം. ഗ്രാസ് ഒരു ഫുഡ് ചെയിൻ ആണേ, ഡീർ, ലയൺ, 3 എണ്ണം മാത്രമേ കൊടുക്കുന്നുള്ളൂ ഞാൻ. അവിടെ നിങ്ങൾ നോക്കിയേ, ഇതൊരു ഫുഡ് ചെയിൻ അല്ലേ? ഫുഡ് ചെയിൻ ആണ്. അവിടെ ഗ്രാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നു, ഫസ്റ്റ് ലെവലാ. ഡിയർ എന്ന് പറയുന്നത് രണ്ടാമത് വന്നു, സെക്കൻഡ് ലെവലാ. ലയൺ എന്ന് പറയുന്നത് മൂന്നാമത് വന്നു, തേർഡ് ലെവലാ. അപ്പൊ ഈ ലെവലുകളെയാണ് നമ്മൾ ട്രോഫിക് ലെവൽ എന്ന് പറയും. അതായത് ഒരു ഫുഡ് ചെയിനില് ഒരു ജീവി ഏത് പൊസിഷനിലാണ് ഉള്ളത്? ട്രോഫിക് ലെവൽ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്രാസ് ഏത് ട്രോഫിക് ലെവലില്ല? ഇത് ഏത് പൊസിഷനിലാണ് നോക്കാം? ഫസ്റ്റ് പൊസിഷനിലല്ലേ? അപ്പൊ ഇത് നമുക്ക് പറയാം ഫസ്റ്റ് ട്രോഫിക് ലെവൽ. മനസ്സിലായോ? രണ്ടാമത് ഡിയർ ആ വന്നിരിക്കുന്നത്. അപ്പൊ ഡിയർ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ, ഡിയർ എന്ന് പറയുന്നത് എന്താ? ഡിയർ എന്ന് പറയുന്നത് സെക്കൻഡ് ട്രോഫിക് ലെവൽ. മനസ്സിലായോ? ലയൺ മൂന്നാമതാ വന്നിരിക്കുന്നത്. അപ്പൊ ലയൺ എന്ന് പറയുന്നത് തേർഡ് ട്രോഫിക് ലെവലാ. ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി. നമുക്കറിയാം, ഒരു ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ആദ്യം വരുന്നത് ഏതാ? പ്രൊഡ്യൂസറാ. ആദ്യം വരുന്നത് എപ്പോഴും ആരായിരിക്കും? പ്രൊഡ്യൂസർ അല്ലേ? പ്ലാന്റ്സ് അല്ലേ? അപ്പൊ പ്രൊഡ്യൂസർ എപ്പോഴും ഏത് ട്രോഫിക് ലെവൽ ആയിരിക്കും? ഫസ്റ്റ് ട്രോഫിക് ലെവൽ. പ്രൊഡ്യൂസർ എപ്പോഴും ഏത് ട്രോഫിക് ലെവലാ? പ്രൊഡ്യൂസർ എപ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവൽ ആയിരിക്കും. ഒന്നാമത്തെ പോഷണതലം ഫസ്റ്റ് ട്രോഫിക് ലെവൽ ആയിരിക്കും. റെഡി? സെറ്റ് അല്ലേ? നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യരുതേ, ക്ലാസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യടാ. ക്ലാസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാ. യു മേ തിങ്ക് ദിസ് ചാപ്റ്റർ ഈസ് ഈസി തന്നെയാണ്, ബട്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കിത് പണിയാവും. ഓക്കെ, അതുകൊണ്ട് സാറ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, സോ ഇവിടെ എല്ലാവരും മക്കളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ പ്ലാന്റ്സ്,
പ്രൊഡ്യൂസർ ആണ് നമുക്കറിയാം. അതിനെ ഭക്ഷണമാക്കുന്ന പ്രൈമറി കൺസ്യൂമർ ഹെർബിവോർ ആണ്, പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽ. പ്രൈമറി കൺസ്യൂമറിനെ ഭക്ഷണമാക്കുന്നവര് സെക്കൻഡറി കൺസ്യൂമർ, ദെൻ ടെർഷറി കൺസ്യൂമർ, ദെൻ ക്വാട്ടർണറി കൺസ്യൂമർ. സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? യു കൻ സി എ ട്രയാങ്കിൾ ഹിയർ. ട്രയാങ്കിൾ കാണാം, കണ്ടോ? ട്രയാങ്കിൾ അല്ലേ? ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ബേസ് കൂടുതലായിരിക്കും അല്ലെ, ലെങ്ത് കൂടുതലായിരിക്കും, മുകളിലേക്ക് വരുന്ന ലെങ്ത് കുറഞ്ഞിരിക്കും. അപ്പൊ ഇവിടെ എന്തോ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ? എന്താ ഇവിടെ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇവിടെ ഫസ്റ്റ് വരുന്ന പ്രൊഡ്യൂസറിന്റെ എണ്ണം കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതായത് എനർജിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസറിന് കിട്ടുന്ന എനർജി ഓക്കെ അത് പ്രൈമറി കൺസ്യൂമറിലേക്ക് വരുമ്പോൾ 10% കുറയുന്നുണ്ട്. പ്രൈമറി കൺസ്യൂമർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ വീണ്ടും കുറയുന്നു, 10% കുറഞ്ഞു പോവുകയാണ്. മീൻസ് 10% മാത്രമേ പോകുന്നുള്ളൂ, 90% ഹീറ്റ് വഴി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുക. സെക്കൻഡറിയിൽ നിന്ന് ടെർഷറിയിലേക്ക് വരുമ്പോൾ വീണ്ടും അതിന്റെ 10%. അങ്ങനെ എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ട്രോഫിക് ലെവൽ നല്ലോണം കൂടുതൽ നീളൊന്നുമില്ല. ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 ട്രോഫിക് ലെവൽ, അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ്. എനർജി കുറഞ്ഞു വരിക. ഓക്കെ, അത് പറയുന്നതിന് മുന്നേ മറ്റൊരു കാര്യമാണ് ബയോമാഗ്നിഫിക്കേഷൻ. ബയോമാഗ്നിഫിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ടോക്സിൻസ്, അതായത് പെസ്റ്റിസൈഡ് പോലുള്ള വിഷാംശം, അതിന്റെ അളവ് കൂടി വരും. ട്രോഫിക് ലെവല് കൂടുന്നതനുസരിച്ചിട്ട് ഈ പോയിസന്റെ അളവ് കൂടി വരും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡിൽ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ് എക്സാമ്പിൾ എടുക്കാം. പെസ്റ്റിസൈഡ് ഈസ് കെമിക്കൽ, യു നോ. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ എക്സസീവ് പെസ്റ്റിസൈഡ് ഒഴുകി തൊട്ടടുത്തുള്ള വാട്ടർ ബോഡിയിലേക്ക് വന്നു വീഴും. ഇത് ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. ആ വെള്ളത്തിലുള്ള വാട്ടർ ബോഡിയിലുള്ള ചെറിയ ജീവികൾ, അക്വാറ്റിക് ആയിട്ടുള്ള ചെറിയ ജീവികൾ ഇതൊക്കെ ഭക്ഷിക്കും. അപ്പൊ അതിന്റെ ബോഡിയിലേക്ക് ടോക്സിക് സബ്സ്റ്റൻസ് വരും. പിന്നീട് ചെറിയ ഫിഷസ്, ഈ കാണുന്ന ഈ നേരത്തെ നമ്മൾ ഈ വിഷാംശം കഴിച്ച ചെറിയ ഈ അക്വാറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം ചെറിയ ഫിഷസ് കഴിക്കുകയാണ്. അപ്പൊ ഫിഷസിന്റെ ബോഡിയിലേക്ക് ടോക്സിക് വരും. ഈ ചെറിയ ഫിഷുകളെ വലിയ ഫിഷ് കഴിക്കുമ്പോൾ വലിയ ഫിഷസിന്റെ ബോഡിയിലേക്ക് കൂടുതലായിട്ട് വരും. കാരണം കുറെ ചെറിയ ഫിഷസിന് ഇത് ഭക്ഷിക്കുക ഒരുമിച്ച്. ഈ വലിയ ഫിഷസിനെ പ്രോബബ്ലി അടുത്ത മനുഷ്യന്മാർ കഴിക്കുന്നു. ചൂണ്ടയിട്ട് പിടിച്ച് മനുഷ്യന്മാരെ കഴിക്കുമ്പോൾ മനുഷ്യന്മാർ അവിടെ ട്രോഫിക് ലെവൽ കൂടുതൽ വന്ന് മുകളിലുള്ള ആളാണ്. മനുഷ്യരിലേക്കും ഈ വിഷാംശം വരുന്നു. ഇതിനാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിൻ വിഷാംശത്തിന്റെ അളവ് കൂടുന്നു. ഇൻ ഓർഗാനിസം സക്സസീവ്ലി ഹയർ ട്രോഫിക് ലെവൽ. അപ്പൊ ട്രോഫിക് ലെവൽ കെമിക്കൽ ഇതാ നോക്കിയാൽ ഫൈറ്റോ പ്ലാന്റ്, ചെറിയ പ്ലാന്റ് അക്വാട്ടിക് പ്ലാന്റിലേക്ക് വന്നു, ഫിഷസിലേക്ക് വന്നു, പിന്നെ അവസാനമായി മനുഷ്യരിലെ. അപ്പൊ ഇത് കാണിക്കുന്ന എന്താ? അളവ് കൂടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ടോക്സിന്റെ അളവ് കൂടി വരികയാണ്. സോ ദിസ് ഈസ് ബയോമാഗ്നിഫിക്കേഷൻ. Then energy flow in food chain. This is very important. Very important. ഇത് ബേസ് ചെയ്തിട്ട് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്താ 10% ലോ? ആ പേര് തന്നെ വ്യക്തമാണ്, 10% ലോ. സോ ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു 10%, റൈറ്റ്? 10%. എന്താ പറയുന്നത്? ഓൺലി 10% ഓഫ് എനർജി ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു നെക്സ്റ്റ് ട്രോഫിക് ലെവൽ. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലില് എനർജി പാസ് ചെയ്യുമ്പോൾ 10% മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് മാത്തമാറ്റിക്സ്, റൈറ്റ്? പ്ലാന്റിനെ കൺസ്യൂം ചെയ്യുന്ന ഗ്രാസ് ഹോപ്പർ, പ്ലാന്റിന് എത്ര എനർജി ഉണ്ടോ അതിന്റെ 10% മാത്രമേ ഗ്രാസ് ഹോപ്പറിൽ എത്തുന്നുള്ളൂ. ഇനി ഗ്രാസ് ഹോപ്പറിനെ ഭക്ഷണമാക്കുന്ന ഫ്രോഗ്, ഇപ്പൊ പ്ലാന്റിൽ നിന്ന് 10% ഗ്രാസ് ഹോപ്പറിന് കിട്ടി. ആ ഗ്രാസ് ഹോപ്പറിന് കിട്ടുന്നതിന്റെ 10% മാത്രമേ ഫ്രോഗിലേക്ക് വരുള്ളൂ. ഫ്രോഗിന് കിട്ടുന്നതിന്റെ 10% മാത്രമേ സ്നേക്കിലേക്ക് പോകുള്ളൂ. സോ അങ്ങനെ ഓരോ ട്രോഫിക് ലെവലിലും ഒരു ആനിമലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ നിന്ന് അടുത്ത ഓർഗാനിസത്തിലേക്ക് എനർജി പോകുമ്പോൾ ടോട്ടൽ എനർജിയുടെ 10% മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ലോ ഈസ് റെഫേർഡ് ടു ആസ് 10% ലോ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കി 90% നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവിടെ നോക്കുക, പ്രൊഡ്യൂസർ. സോ നമുക്കറിയാം സണ്ണിൽ നിന്ന് വരുന്ന 1% ലൈറ്റ് എനർജി, സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, എനർജി ഉണ്ടാക്കി, കെമിക്കൽ എനർജി. And when producer is eaten by primary consumer,
10%, only 10% of total energy is getting transferred. Clear? When primary consumer is eaten by secondary consumer, ഇവിടെ എന്താണോ കിട്ടിയ എനർജി അതിന്റെ 10%. ദാറ്റ് ഈസ് വൈ ദിസ് ഇസ് എ ട്രയാങ്കിൾ, ദിസ് എ പിരമിഡ്, ദിസ് എനർജി പിരമിഡ്. പിരമിഡ് മീൻസ് ബേസ് വിൽ ബി മോർ ലെങ്ത്. മുകളിലേക്ക് പോകുന്നതനുസരിച്ചുള്ള ലെങ്ത് കുറഞ്ഞുകൊണ്ടിരും. മീൻസ് ഇത് എനർജിനെ സൂചിപ്പിക്കുന്നു. റിമൈനിങ് ഈസ് എനർജി ലോസ്റ്റ്. റിമൈനിങ് 10% പാസ് ചെയ്യും, 90 എന്താണ് ലോസ്റ്റ് ആണ്. 90 ഈസ് ലോസ്റ്റ്. യെസ്, ഹൈഡ്ര പഠിപ്പിയാണ്. എല്ലാവരും പഠിപ്പിക്കണം, എല്ലാവരും പഠിക്കണം. ദിസ് ഇസ് വെരി ബേസിക് തിങ്, വെരി വെരി ബേസിക് തിങ്. ചെറിയ മക്കൾ പഠിക്കുന്നതാ ഇതൊക്കെ. ഓക്കെ, റെഡി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. In a given food chain, suppose the amount of energy at 4th trophic level is 5 kilojoule. 4th trophic level 5 kilojoule ആണെങ്കിൽ പ്രൊഡ്യൂസറിൽ എത്രയാ? അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഹാക്ക്. ഇത് ഫസ്റ്റ് ട്രോഫിക് ലെവൽ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. 4th ട്രോഫിക് ലെവലിൽ 5 കിലോജൂൾ ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് 50 കിലോജൂൾ ആയിരിക്കൂലേ? 10% ലോ പ്രകാരം ട്രോഫിക് ലെവൽ കൂടുമ്പോൾ 10% കുറഞ്ഞു വരണം. അപ്പൊ ഇങ്ങോട്ടേക്ക് വരും 10 കൂട്ടി വരാം. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 500 കിലോജൂൾ. ഇവിടെ ഗ്രാസിലോ 5000 കിലോജൂൾ അല്ലേ? അപ്പൊ 5000 കിലോജൂൾ. അവിടെ നിങ്ങൾ നോക്കുക. അപ്പൊ ഇവിടുത്തെ തന്നിട്ടുണ്ട്, സ്നേക്കിൻ്റെത് തന്നിട്ടുണ്ട് 5 കിലോജൂൾ. അപ്പൊ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 10% കൂട്ടിക്കൊടുത്താൽ മതി, 50 കിലോജൂൾ. ഇവിടേക്ക് വരുമ്പോൾ 500 ഇവിടേക്ക് വരുമ്പോൾ 5000 കിലോജൂൾ. ഓക്കെ, പ്രൊഡ്യൂസറിൽ കൂടുതൽ, മുകളിലേക്ക് വരുന്നത് 10% കുറച്ച് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ 4th ട്രോഫിക് ലെവലില് 5 കിലോജൂളാ. അപ്പൊ താഴെ എത്ര ആയിരിക്കും? 50 കിലോജൂൾ. ഇവിടെ 500 കിലോജൂൾ. ഏറ്റവും താഴെ എത്ര ആയിരിക്കും? അപ്പോ 5000 കിലോജൂൾ. സോ ആൻസർ ഈസ് 5000 kilojoules. Ready? Next question. In an ecosystem, the 10% of energy available for transfer from one trophic level to next is in the form of ഏത് എനർജിയാണ്? ഫുഡ് എനർജി എന്ന് പറയുമ്പോൾ ഏത് എനർജി ആയിരിക്കും? ഇവിടെ നമുക്കറിയാം ഫുഡ് അല്ലേടാ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഏത് എനർജി ആയിരിക്കും? ഒബ്വിയസ്ലി കെമിക്കൽ എനർജിയാണ്. അത് ഡൗട്ടൊന്നും വേണ്ട, കെമിക്കൽ എനർജിയാണ്. കാരണം സൺലൈറ്റ് ട്രാപ്പ് ചെയ്തു, ആ സോളാർ എനർജി ഫോട്ടോസിന്തസിലൂടെ ഫുഡായി കൺവേർട്ട് ചെയ്യുകയാണ്. സോ കെമിക്കൽ എനർജിയാണ്. ഓക്കെ, കെമിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. അത് വലിയ സംശയമൊന്നും വേണ്ട, കെമിക്കൽ എനർജി തന്നെയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ശ്രദ്ധിച്ചേ, ഇതെന്താ പറയുന്നത് നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ ഫോളോവിംഗ് ഫുഡ് ചെയിൻ, പ്ലാന്റ് പ്രൊവൈഡ് 500 ജൂൾ ഓഫ് എനർജി ടു റാറ്റ്. ഹൗ മച്ച്? അപ്പോൾ ഇവിടെ നോക്കാം, പ്ലാന്റ് എത്ര കൊടുത്തു എന്നാ പറയുന്നത്? 500 കിലോജൂൾ കൊടുത്തു അല്ലേ? അടുത്ത ചോദിക്കുന്നത് എന്താ? ഹോക്കിനും സ്നേക്കിനും എത്രയാ? അപ്പൊ 500 കിലോജൂളിന്റെ 50%. ശ്രദ്ധിക്കണം, 500 കിലോജൂൾ റാറ്റിന് കിട്ടി. അപ്പൊ റാറ്റിന് സ്നേക്കിലേക്ക് പോകുമ്പോൾ 500ന്റെ 10% എത്രയാ? 50 കിലോജൂൾ. കിലോജൂൾ അല്ല, ജൂളാ തന്നിരിക്കുന്നത്. ആ ഒരു ഇതും കൂടി നോക്കണേ, യൂണിറ്റ് കൂടി നോക്കാം. അപ്പൊ ഇവിടെ 500 ജൂൾ റാറ്റിന് കൊടുത്തു. അപ്പൊ സ്നേക്കിലേക്ക് വരുമ്പോൾ എത്രയായിരിക്കും? 500ന്റെ 10% അല്ലേ? 500ന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാ? സ്നേക്കിലേക്ക് വരുമ്പോൾ 50 ജൂളായി. ഓക്കെ, ഇനി ഹോക്കിലേക്ക് വരുമ്പോൾ 50ന്റെ 10%, 50ന്റെ 10% എന്ന് പറയുമ്പോൾ 5 ജൂൾ വരും. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ പ്ലാന്റിന് എത്രയായിരിക്കും? പ്ലാന്റിന് അപ്പോ 5000 ജൂൾ ആയിരിക്കും അല്ലെ? പ്ലാന്റിന് 5000 ജൂൾ. അപ്പൊ 5000 ജൂളിൽ നിന്ന് റാറ്റിലേക്ക് വരുമ്പോൾ 500 ജൂൾ. 10% മാത്രമേ വരുള്ളൂ. റാറ്റിൽ നിന്ന് സ്നേക്കിലേക്ക് വരുമ്പോൾ 50 ജൂൾ. സ്നേക്കിൽ നിന്ന് ഹോക്കിലേക്ക് വരുമ്പോൾ 5 ജൂൾ. റെഡി അല്ലേടാ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ ശക്തിമാൻ ഇമോജി. ഓക്കെ, ഇത് മാത്സ് ഒന്നും പറ്റി ചിന്തിക്കൊന്നും വേണ്ട, വെറും ലോജിക് അല്ലേ? ഒരു 0 കുറച്ച് കൂട്ടിക്കൊണ്ടാൽ മതി. അത് ട്രോഫിക് ലെവലിൽ കൂടുന്നതനുസരിച്ച് കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, റെഡി? സെറ്റ് ആണെങ്കിൽ ഒന്നും ശക്തിമാൻ ഇടണം. എനിക്ക് മനസ്സിലാവണ്ടേ? സെലക്ട് ദ മിസ്മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോവിങ് ആൻഡ് കറക്റ്റ് ഇറ്റ്. ബയോമാഗ്നിഫിക്കേഷൻ, അക്യുമുലേഷൻ ഓഫ് കെമിക്കൽ, ശരിയാണ്. ഡിഫറെന്റ് ലെവൽ. അടുത്തെന്താ? എക്കോസിസ്റ്റം, ബയോട്ടിക് കമ്പണന്റ്. അത് മാത്രമല്ല, അബയോട്ടിക്കും ഉണ്ട്. ബയോട്ടിക് മാത്രമല്ല, അബയോട്ടിക്കും ഉണ്ട്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റാ. അക്വേറിയം, മാൻമെയ്ഡ് എക്കോസിസ്റ്റം, ശരി. പാരസൈറ്റ്, ഓർഗാനിസം വിച്ച് ഒബ്റ്റെയിൻ ഫുഡ് ഫ്രം അനദർ ഓർഗാനിസം, ശരിയാണ്. ഇവിടെ ബി ആണ് തെറ്റായിട്ടുള്ളത്. അവിടെ നമ്മൾ രണ്ടും പറയണം, ബയോട്ടിക്കും അബയോട്ടിക്കും പറയണം. യെസ്. റെഡി? നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് ഗ്രീൻ പ്ലാന്റ്. ശ്രദ്ധിച്ചോ? ഫോട്ടോസിന്തസിസ് ടൈമില്
Green plants capture 1% of energy from sunlight and convert it into food energy or chemical energy. And flow is always unidirectional, very important. Flow up unidirectional. അതായത് സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്തു. ഈ ഫുഡ് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ സോളാർ എനർജി ഉണ്ടാക്കാൻ പറ്റുമോ? എനർജി തിരിച്ചു വരുമോ? ഇല്ല. പ്ലാന്റ് പ്രിപ്പയർ ചെയ്ത ഫുഡ് പ്രൈമറി കൺസ്യൂമർ ഈറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഗ്രാസ് ഈസ് ഈറ്റൺ ബൈ ഗ്രാസ് ഹോപ്പർ. തിരിച്ചിടാൻ പറ്റുമോ എനർജി? ഗ്രാസ് ഹോപ്പറിന് തിരിച്ച് പ്ലാന്റിലേക്ക് എനർജി പോവോ? ഇല്ല. എപ്പോഴും എനർജി ഈസ് യൂണിഡയറക്ഷണൽ, വെരി ഇമ്പോർട്ടന്റ്. ഇൻ കേസ് ഓഫ് ഫുഡ് ചെയിൻ എനർജി ഈസ് ഓൾവേസ് യൂണിഡയറക്ഷണൽ, മീൻസ് ഓൺലി മൂവിംഗ് ഇൻ വൺ ഡയറക്ഷൻ. സിൻസ് so little energy is available for next level consumer, food chain generally consists of very important food chain generally consists of only 3 to 4 steps, because energy keeps on decreasing when we move increasing in the trophic level. Trophic level കൂടി വരുന്നതനുസരിച്ച് എനർജി കുറഞ്ഞു വരുന്നത് കൊണ്ട് ഫുഡ് ചെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രോഫിക് ലെവൽ 3 to 4 സ്റ്റെപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. There are generally greater number of individuals at lower trophic level. ശരിയല്ലേ? ലോവർ ട്രോഫിക് ലെവലിൽ വരുമ്പോൾ എണ്ണം കൂടും. ഹയർ ട്രോഫിക് ലെവലിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. The percentage of solar radiation absorbed by green plant for the process of photosynthesis is about, we know that it is 1%. 1%. Okay, 1% ആണ്, 1% കണക്ക് പറയുന്നത്. ഓക്കെ, റെഡി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്വസ്റ്റ്യൻ ആണ്, ഗിവ് റീസൺ why a food chain cannot have more than 4 trophic level. അപ്പോൾ എനർജിയുടെ കേസാ പറയേണ്ടത്. ലോസ് ഓഫ് എനർജി അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഈസ് സോ ഗ്രേറ്റ് ദാറ്റ് വെരി ലിറ്റിൽ യൂസബിൾ എനർജി റിമെയിൻസ് ആഫ്റ്റർ 4 trophic level. According to 10% law, you should explain this, and this carry only 1 mark. Okay, so write according to the mark. So whenever you are answering a question, see the mark. It's very important. Write according to the mark. Okay, don't waste time. Time is valuable always, especially during exam. Especially during your exam, time is very precious, very valuable. So make sure that you are not wasting the time. You should utilize the time effectively. How you will do that? Just by practice. Practice makes a man perfect, right? So you should practice more. Okay, got it? Yes. Next question. In a food chain of frog, grass, insect, snake. അപ്പോൾ തന്നിരിക്കുന്ന കുറച്ച് ഓർഗാനിസം നിങ്ങളത് ട്രോഫിക് ലെവൽ ആക്കുക. ഫസ്റ്റ് നിങ്ങൾ ഫുഡ് ചെയിൻ ആക്കി ഗ്രാസ്, ഇൻസെക്ട്, ഫ്രോഗ്, സ്നേക്ക്. And we are asked to assign trophic level to the frog. See, read the question carefully. We are given some organisms and we are asked to find or assign trophic level to the frog. So before assigning the trophic level, the primary thing that you need to do is to construct food chain. So ഈ തന്നിരിക്കുന്ന ഓർഗാനിസം വെച്ചൊരു ഫുഡ് ചെയിൻ കൺസ്ട്രക്ട് ചെയ്യണം. After that, you see frog is here, right? This is first trophic level, this is second trophic level, and you know frog comes in the third trophic level, and your answer is third trophic level. You will get 1 mark. 1 half mark for constructing the food chain, and other half mark is for predicting or assigning the correct trophic level for the frog. Clear? Clear alle? Ready? Set alle? Ready alle? എല്ലാവരും ലൈക്ക് അടിച്ച് മിന്നിക്കണം. Okay, yes. Then human activities that affect the environment, that was last region of this particular chapter, where we will discuss about ozone layer depletion. And you should know this is very important layer, ozone layer, which comprises of ozone gas. And what is ozone? It's a triatomic atom or triatomic molecule of oxygen, right? O3, 3 oxygen atom combined together. And this is very poison or deadly when it comes in the ground level. Actually, this ozone layer is present in the stratosphere. And what is the peculiarity of this particular layer or particular ozone layer? What's the peculiarity?
It is blocking harmful ultraviolet radiation coming from the sun. അല്ലേ? നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ യു വി റേഡിയേഷനെ ബ്ലോക്ക് ചെയ്യുകയാണ്, അബ്സോർബ് ചെയ്യുകയാണ്. ഭൂമിയിലേക്ക് വന്നാൽ അത് പ്രശ്നമാ. നമ്മുടെ വെജിറ്റേഷൻസ് നമ്മുടെ ബോഡിയിൽ തന്നെ അത് പ്രശ്നം ഉണ്ടാക്കും, അല്ലെ? വെജിറ്റേഷൻ മാത്രമല്ല, നമുക്ക് സ്കിൻ ക്യാൻസർ പോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് കൊണ്ട് this layer is actually acting as a savior. It's protecting us. Okay? It's protecting the biosphere. How it is protecting? It is absorbing almost all of the sun's harmful ultraviolet radiation. Okay? And nowadays, what happened? We human being, we are performing some activities. And these activities release us harmful gases into the atmosphere, especially chlorofluorocarbons. When these gas molecules reach the stratosphere, it is depleting the ozone, and that is called ozone layer depletion. And it is the process of thinning of ozone layer due to the pollutant. What is pollutant? What do you mean by pollutant? Pollutant is nothing but substances which cause pollution. Substances which cause pollution. Simply pollutant. Clear? Ready? Yes. Ready. Then here we are given some causes, effects and preventive measures. Ozone layer depletion. Cause ozone layer depleted cause ആണ് CFC, which is used as refrigerant and refrigerators and fire extinguishers. Okay, CFC, chlorofluorocarbon. Then effects increased. So ozone layer thin ആയാലും UV radiation നമ്മുടെ ഭൂമിയിലേക്ക് വരും. അത് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, സ്കിൻ ക്യാൻസർ, ഐ ഇറിറ്റേഷൻ, ഐ കാറ്ററാക്ട്, തിമിരം, ഓക്കെ, ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഡിസോർഡർ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ നശിപ്പിക്കും. പ്രിവെന്റീവ് മെഷർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. Now it is very mandatory for all manufacturing companies to make CFC free refrigerator. Nowadays we are not having that particular CFC used refrigerator, rather we are using inverter technology and refrigerant is entirely different, so we are now safe. അപ്പോൾ ഇപ്പൊ നമുക്ക് CFC free refrigerators ഒക്കെയാണ് ഉള്ളത്. Okay, ready? Then ozone, this is ozone, formation of ozone, O3. First of all, you should understand ozone is molecule formed by 3 atoms of oxygen. That is O3, triatomic molecule. Okay? 3 oxygen atom ഒരുമിച്ച് ചേരുമ്പോൾ ozone ആയി. Okay? അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇതിന് എന്തൊക്കെ വേണം? ഇതിന് യു വി റേഡിയേഷന്റെ ആക്ഷൻ ആവശ്യമാണ്. എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ് O2 യു വിയുടെ പ്രസൻസിൽ ഓക്സിജൻ ആറ്റങ്ങളായി സ്പ്ലിറ്റ് ആവും. O2 മോളിക്യൂള് ഓക്സിജൻ ആറ്റംസ് ആയി മാറും. ദെൻ വാട്ട് ഹാപ്പൻ? ഇതിൽ ഒരു ഓക്സിജൻ ആറ്റം മറ്റൊരു ഓക്സിജൻ ഗ്യാസിന്റെ കൂടെ ചേരും. സോ ഇവിടെ ഒരു ഓക്സിജൻ, അപ്പുറത്ത് O2, അങ്ങനെ കൂടിച്ചേർന്ന് O3 ആയി മാറി ഓസോൺ ആയി മാറുകയാണ് ചെയ്യുന്നത്. റെഡി സെറ്റ് അല്ലേ? ദെൻ പിന്നെ വേസ്റ്റിന്റെ ഡിസ്പോസലും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. 2 types of waste, biodegradable and non-biodegradable. Very simple. Biodegradable means can be broken down by the action of microorganism. Okay, it persists in the environment really shorter period of time, usually safe for the environment. Example, food waste, paper waste, organic waste you can say. And non-biodegradable means cannot be broken down. Okay, persist in environment for a very long time. See the plastics. Okay, it is persisting for a longer period of time, harmful to the environment. Example, plastic bottle, metal coins, metal cans, etc. Are the example. Ready? Okay, ready alle? Set ആണെങ്കിൽ fire emoji, ശക്തിമാൻ emoji. So effective management of waste can be done by following 3 are concerned. See, waste എന്തായാലും produce ചെയ്യും. How can we manage that? Just follow 3 are concept. First one is reducing by minimizing the waste generation. Try to minimize the waste.
That is reducing. We cannot stop it, but we can reduce it. Then next is reusing. So നമുക്കിപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ I have got some plastic container or plastic vessel. അതിൻ്റെ അടിവശം ചെറുതായിട്ട് കീറി. സോ എനിക്കത് വെള്ളമൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അതിൽ മണ്ണ് വെച്ചിട്ട് ഞാനത് ഫ്ലവർ പോട്ടായിട്ട് ഉപയോഗിക്കുന്നു. ഐ എം റീയൂസിങ് ദാറ്റ്. ഐ എം നോട്ട് മേക്കിംഗ് ഇറ്റ് ആസ് എ വേസ്റ്റ്. ഞാനത് വേസ്റ്റ് ആക്കി മാറ്റുന്നില്ല, ഞാനത് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് റീയൂസിങ്. ദെൻ റീസൈക്കിൾ മീൻസ് എനിക്കൊരു കസേരയുണ്ട്, പ്ലാസ്റ്റിക് കസേരയാണ്, അതിൻ്റെ കാലൊക്കെ പൊട്ടിപ്പോയി, എനിക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനത് റാക്ക് വിക്കർ വരുമ്പോൾ അവരിൽ കൊടുത്തു, അവരത് പ്രോസസ്സ് ചെയ്യും അല്ലേ, അവരത് പ്രോസസ്സ് ചെയ്ത് വേറൊരു പ്ലാസ്റ്റിക് ബക്കറ്റാക്കി മാറ്റി. സോ ദാറ്റ് ഈസ് റീസൈക്ലിംഗ്. So turning a used material into new product, entirely new product. So that is recycling. So these are the basic thing that we can do in order to manage the waste generated in our household. So ഇതാണ് മാനേജ്മെന്റിന്റെ കാര്യം. ഓക്കെ, റെഡി സെറ്റ് അല്ലേ? യെസ്, എല്ലാവരും ശക്തിമാൻ ഇടുന്നുണ്ട്. ഓക്കെ, റെഡിയാണ്, എല്ലാവരും സെറ്റാണ്, ഉഷാറാണ്. സോ വി ആർ ഹാവിംഗ് സം ക്വസ്റ്റ്യനോടുകൂടി കഴിഞ്ഞേ. Which one of the following greenhouse gas is a contributor due to incomplete combustion? See, whenever you are hearing this word incomplete combustion, you might have learned in chemistry also. Always incomplete combustion lead to the formation of monoxides. Okay? Monoxide form ചെയ്യാൻ ശ്രമിക്കും. Complete combustion ആണെങ്കിൽ dioxide. Incomplete combustion always contribute to the formation of monoxide. So from this given option, oxides of nitrogen തന്നിട്ടുണ്ട്, methane CH4, carbon monoxide and carbon dioxide. Without any doubt you can write carbon monoxide. And what is burned? Coal and petroleum, hydrocarbons, right? So it will produce only carbon, okay, carbon oxides of carbon. Okay, ഈ കോളും പെട്രോളിയം ബേൺ ചെയ്യുമ്പോൾ ഓക്സൈഡ്സ് ഓഫ് കാർബൺ പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു ഫസ്റ്റ് ക്ലൂ. രണ്ടാമത്തെ എന്താ, ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസസ് ഓൺലി മോണോക്സൈഡ്. സോ ഓക്സൈഡ്സ് ഓഫ് കാർബൺ monoxide, that is carbon monoxide. This is very very dangerous. Okay, very very dangerous. Even if you consider automobile, നമ്മുടെ വെഹിക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ vehicle are powered by engines, right? Engines, either petrol engine or diesel engine. Okay, petrol or diesel. See, if combustion is not complete in the engine, ഈ എൻജിൻസിലെ കമ്പഷൻ കംപ്ലീറ്റ് അല്ല എങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂൽ ബേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് വിൽ ബി റിലീസ്ഡ്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ വെഹിക്കിൾസ് നമുക്കറിയാം, ഇത് കൺവെർട്ടർ ഉണ്ട്, കാറ്റലിസ്റ്റിക് കൺവെർട്ടർ പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മോണോക്സൈഡിനെ അത് കൺവെർട്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രശ്നമാണ്, എൻവിറോൺമെന്റ് റിലീസ് ചെയ്താൽ പ്രശ്നമാണ്. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് കാർബൺ മോണോക്സൈഡ്. ഓക്കെ, റെഡി? യെസ്. Next question. Depletion of ozone is mainly due to CFC. CFC ആണ്, chlorofluorocarbon ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, explain how ozone being a deadly poison can still perform essential function of our environment. I told you it's deadly poisonous in ground level, ozone, but you know this layer is very important as it absorbs harmful ultraviolet radiation coming from the sun. So അതുകൊണ്ടാണ് കേട്ടോ, protecting us from harmful UV radiation. So generally ഈസി ആയിട്ട് എഴുതാൻ പറ്റും. Why should biodegradable and non-biodegradable waste be discarded in two different dustbins? See, whenever you go to a mall or you go to a park or you go to any like public places, you can see dustbin two kept separately, right? Two dustbin. One for biodegradable waste, another one for non-biodegradable waste. Why they are keeping the two basket? They could have kept only one, right? Why they are keeping these two basket? എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഈസി സെഗ്രിഗേഷൻ. ഫസ്റ്റ് തിങ് ടൈം സേവ് ചെയ്യാനാണ് അല്ലേ? ഈസി സെഗ്രിഗേഷനാ. നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൽ പ്ലാസ്റ്റിക് പോലുള്ള വേസ്റ്റ് ഇടുന്നു, ബയോഡിഗ്രേഡബിൾ പഴത്തോലോ ഓറഞ്ചിന്റെ പീലോ ഓർഗാനിക് വേസ്റ്റ് ഇടും. അപ്പൊ അങ്ങനെ ഇടുമ്പോൾ സേവിങ് ടൈം ആൻഡ് എനർജി ഇൻ സെഗ്രിഗേഷൻ. Biodegradable item can be sent directly for composting, very easy, nothing to be worried.
because already it is sorted and we are taking the biodegradable waste directly to the compost pit. No issues. Then non-biodegradable item can be sent for appropriate reuse or recycling. So simple way you should answer. വളരെ സിമ്പിൾ ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. Clear? Next question, explain the role of UV radiation producing ozone layer. നമുക്കറിയാം UV radiation ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിജൻ ആറ്റമായി മാറുള്ളൂ. ഇവിടെ UV എന്ന് എഴുതണേ. ഓക്കെ, ഓക്സിജൻ ആറ്റമായി മാറുള്ളൂ. പിന്നീട് ഈ ഓക്സിജൻ ആറ്റമാണ് ഓക്സിജന്റെ കൂടെ കമ്പൈൻ ചെയ്ത് O3 ആവുന്നത്. ദാറ്റ്സ് ദ റീസൺ. Why is excessive use of CFC a cause of concern? ഓസോൺ ലെയർ ഡിപ്ലീറ്റഡ് ആവാൻ കാരണമാവുന്നു. അതുവഴി അത് പ്രശ്നമാണ്. എഴുതാം. സെറ്റല്ലേ? ഈസി അല്ലേ? സെറ്റല്ലേ? സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടാ? സെറ്റാണോ? പവർ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ മക്കളെ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പ്ലസ് ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം, യുവർ സജഷൻ, ഓക്കെ, വാല്യുവബിൾ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ തരാം. ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഇല്ലേ? ഓസോൺ ലെയർ ഡിപ്ലീഷൻ, അതിനുള്ള പല കാരണങ്ങൾ എഴുതാം. ഓക്കെ, ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള കാരണങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ കാരണങ്ങൾ. മിമിക്രി സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞു. മിമിക്രി നമുക്ക് അടുത്ത പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, എനിക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യണ്ടേ? ഓക്കെ, പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ അത് മിമിക്രി ട്രൈ ചെയ്യാം. ഓക്കെ അല്ലേടാ? അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത പ്രാവശ്യം പവറാക്കാം, സെറ്റാക്കാം. അപ്പൊ നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സാറും അതുപോലെ തന്നെ സൈലവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓരോ വിഷയത്തിലും ഓരോ ടീച്ചേഴ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മുടങ്ങാതെ ലൈവ് കാര്യങ്ങളൊക്കെ കാണുക. ഓക്കെ, വാല്യുബിൾ സജഷൻസ്, ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷമാണ്. ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം വാല്യുബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് വേണം. ഓക്കെ, നിങ്ങളെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഞാൻ റിപ്ലൈ ഒക്കെ തരും കേട്ടോ. ഓക്കെ, റെഡി. എന്തായാലും ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഞാൻ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ എനിവേ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. സോ അടുത്ത ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ